ഫസ്ക് എപ്പോഴാണ് ആക്കേണ്ടത്? അത് ഫസ്കിൻ്റെ മസാല എല്ലാവരും ഇന്ന് അധിക പെണ്ണുങ്ങളും പുതിയാപ്പിള ശരിയില്ലാണ്ട് ഫസ്കാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ ഒരു ഏതോളം പെണ്ണുങ്ങൾ ഫസ്കിൻ്റെ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ വിഷമത്തിലാണ് ഞാൻ ആവശ്യത്തിലുള്ളത്. ഫസ്കാക്കി കൊടുക്കാനും കൊന്നില്ല, ആക്കാതിരിക്കാനും കൊന്നില്ല. ഇങ്ങനെ എല്ലാം നിൽക്കുമ്പോൾ ഫസ്ക് പുതിയാപ്പിളമാർ ഇന്ന് ഗാഞ്ചത്തിൻ്റെ പിന്നാലെയും കള്ളിൻ്റെ പിന്നാലെയും ചൊലോന് കൊടുക്കുന്നുണ്ട്. അതേപോലെ നിസ്കാരമില്ല. ഈ സന്ദർഭത്തിൽ പെണ്ണുങ്ങൾക്ക് മാപ്പിള വേണ്ട, അവൻ തലാക്ക് ചെല്ലുന്നുമില്ല, അപ്പോൾ ഫസ്കാക്കണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മസാല അത് വിശാലമായിട്ട് പഠിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നിക്കാഹ് എന്നത് ശരിക്കും മനസ്സിലാക്കി, നിക്കാഹ് ഇന്ന് 2 രൂപത്തിലാണ്. ഒന്ന്, പുതിയാപ്പിളൻ്റെ മഹലിൻ്റെ ഖത്തീബാണ് നിക്കാക്കുന്നത്. ചില മഹലിൽ അങ്ങനെ ഉണ്ട്. പുതിയാപ്പിളുള്ള മഹലിൻ്റെ ഖത്തീബുമാർ നിക്കാക്കുന്ന. അത് അത്ര ഒരു പാങ്ങില്ല, അത്ര പാങ്ങല്ല. അങ്ങനെയാ പുതിയാപ്പിള്ള. കാരണം ഈ പുതിയ പെണ്ണിനക്ക് ബാപ്പ ഉണ്ടാ, ഒലിയുണ്ടാ, ആര് നിക്കാക്കുന്ന, തഹക്കീമ എന്ത് ഇയാൾ കൊന്തിരിക്കുന്നില്ല, ഖത്തീബിനെന്ത് ഇരിക്കുന്നില്ല, കൊന്തിരിക്കുന്നില്ല. അപ്പോൾ അവിടെ നിക്കാഹിന്റെ മജ്ലിസിലേക്ക് എത്തിയിട്ടാകുമ്പോൾ കാണുന്നത് ഇത് തഹക്കീമിന്റെ നിക്കാഹ്, ഇത് തൗലിയത്തിന്റെ നിക്കാഹ്, ഇത് വക്കാലത്തിന്റെ നിക്കാഹ്, ഇത് യളാപ്പ, ഇത് ജസ്റ്റ്. അപ്പം അയാൾക്ക് ദബിദീബാന്ന്, സീകലെന്താണ് അവിടെ ദബിദീബാന്ന്, ആ കേസികാത്തി ഫലിയത്താണ്. നേരെ മറിച്ചിട്ട് പെണ്ണിന്റെ മഹലിന്റെ ഖത്തീബായിരിക്കണം നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ പെണ്ണിന്റെ മഹലിന്റെ ഖത്തീബാകുമ്പോൾ അവർ മുന്നന്നെ ഇതിലെ കാരുണ്ട്, ഉപ്പ ഉണ്ടാ, അല്ല ആങ്ങളയാണോ, അല്ല എളാപ്പയാണോ, അല്ല തഹക്കീമിന് നിക്കാഹാണോ, എല്ലാം നിക്കാഹാണ് കറക്റ്റ് അവർ മനസ്സിലാക്കി വെക്കും. അങ്ങനെ വെച്ചില്ലാൻ കണ്ടെങ്കിൽ ഏതുപോലെ ആകുന്നുണ്ടാ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു നിക്കാഹ് നടന്ന്, മകൻ ഗൾഫിലാണ്, മോൻ എന്താണ് ഗൾഫിൽ. അവൻ മംഗലാന്ന്, അത് അവനിക്ക് നാട്ടിലേക്ക് അന്ന് വരാനായില്ല, തടസ്സം വന്നവിടെ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല, തടസ്സം വന്ന്. അപ്പൊ നിക്കാഹ് കല്യാണം വിളിച്ചിട്ടതിന് എല്ലാം ഉറപ്പിച്ചിട്ടതിന്. അപ്പൊ അവൻ എന്താക്കി, നക്ക് പറഞ്ഞുകാവില്ല അബ്ബ, നക്ക് വേണ്ടിയിട്ട് നിക്കാഹ് ദയിക്കോറു, നിങ്ങളെ ഞാൻ വക്കാലത്താക്കിയാ ചെന്ന. ആര് ഗൾഫിൽ നിന്ന് പോകാനാക്കിട്ട് എന്താക്കിയാ അബ്ബയുടെ വക്കാലത്താക്കി നിക്കാഹ് ദയിക്കൊണു, ആർക്ക് മോണുക്ക് വേണ്ടിട്ട്. അങ്ങനെ അബ്ബ വന്നിട്ട് നിക്കാഹ് തെച്ചി. അബ്ബാ, ഈ പെണ്ണിടെ അബ്ബ കുറച്ച് ബേസുണ്ട്, പെണ്ണിടെ അബ്ബ കുറച്ചോ ബേസ്, ആണിടെ അബ്ബക്ക് ബേസും ഇല്ല, കാണുമ്പോക്കു ബാലക്കാരനൊക്കെ കാണുന്നുണ്ട്. നിക്കാഹ് കളിച്ചു കൊടുക്കുന്ന കാര്യമായ ഒരാൾ വന്നറ്, കാര്യമായ ഒരാൾ വന്നറ്, കത്തീബോടെ മൂലക്കും ഉണ്ട് വെച്ചിട്ട്. അങ്ങനെ കാര്യമായ ഒരാൾ വന്നിട്ട് പെണ്ണിന്റെ അബ്ബൻ്റെ എടുക്കട്ട്, നിങ്ങൾ അബ്ബല്ല പെണ്ണിന്റെ എന്നിട്ട് ഒക്കുന്നു. പെണ്ണിന്റെ അബ്ബല്ല ഒക്കു, പെണ്ണിന്റെ അബ്ബന്നെ നിക്കാഹ് തെച്ചിരെ, പുതിയാപ്പിള തെച്ചിട്ടല്ലേ പുതിയാപ്പിളിന്റെ അബ്ബ. ഈ അവിടെ ദച്ച ഖത്തീബിന് എന്തെങ്കിലും വന്ന ആള് കാര്യമായ ആൾ കൗനിച്ച ഖത്തീബിന്റെ കേട്ടാ ഇത് എന്തിനു നിക്കാഹ്, എന്തൊരവസ്ഥ, ഖത്തീബ് ഉണ്ടാന്ന് അയാൾ കൊണ്ടുവന്ന ആൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് ഞാനാണെങ്കിലും ഏത് ഉസ്താദന്മാരാണെങ്കിലും ഏത് ആൾ വന്നെങ്കിലും അതാത് മഹല്ലത്തിന്റെ ഖത്തീബന്മാർക്ക് ഗൗരവം കൊടുത്തില്ലെങ്കിൽ വരുന്ന ആഫത്ത്, അത് ജമാഅത്തുകാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓരോ മഹല്ലത്തിന്റെയും പെണ്ണുങ്ങളെ നിക്കാഹാക്കിയിട്ട് കൊടുക്കാനുള്ള അവകാശം അവിടുത്തെ ഖത്തീബിനിക്കാണുള്ളത്. പിന്നെ ഖാദിക്കൊണ്ട് അല്ലാത്ത ആര് വന്നെങ്കിലും ഖത്തീബാണ് വിട്ടുകൊടുക്കേണ്ടത്, ജമാഅത്തുകാരല്ല. ആ ഖത്തീബ് വിട്ടുകൊടുക്കണം. അപ്പൊ വന്ന ആള് ആരാണ് ഇവിടുത്തെ ഖത്തീബ്? ബഹുമാനപ്പെട്ട ബേക്കളം ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. എന്തൊരു സ്വഭാവമാണ്. ഉടുപ്പി ജില്ലന്റെ കാലി, അയാള് ചില നിക്കാഹിന് വരും. വന്നപ്പോ അയാൾ കേൾക്കും, ആരാണ് നിക്കാഹ് നടത്തുന്ന ആള്, അപ്പൊ ഇന്ന ഖത്തീബാണ്. വിളിക്കും, വിളിച്ചിട്ട് അരത്തി പാട്ടു. ആ ഖത്തീബിനടുത്ത് നിങ്ങൾ നിക്കാഹിട്ട് കൊടുക്കിടാറാ, അല്ല നിങ്ങൾ കൊടുത്തെങ്കിൽ നല്ല ഇന്ന് ആര് ചെല്ലുന്ന കാലിക്ക് എന്ത് അവകാശമുണ്ട്? ഒരു മഹല്ലത്തിന്റെ കാലിയാണ്, അവിടുത്തെ ഖത്തീബുമാണ്, അവിടുത്തെ മുദരിസുമാണ്, അവിടുത്തെ പ്രസിഡന്റുമാണ്, അവിടെ എല്ലാം മേൽക്ക് അവകാശമുണ്ട്. എന്നിട്ടും ബേക്കളം കേൾക്കുന്ന നിങ്ങൾ ആക്കിയിട്ട് കൊടുക്കും അല്ല ഉസ്താദ്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം തന്നെയല്ലേ ഞാൻ ആക്കുന്നല്ലേ? ആര് കേൾക്കട്ടെ? ബേക്കളം കേൾക്കട്ടെ, സന്തോഷം. മുട്ടനെ ഖത്തീബിനെ മുട്ട ദൈപ്പാട്ടും. എന്നിട്ട് ദൈപ്പാട്ടിട്ട് നിക്കാഹിന്റെ സന്ദർഭത്തിൽ പോലും ഒന്ന് ഖത്തീബിന്റെ മുഖം നോക്കൂ. ആര്? ബേക്കളം ഉസ്താദ്. ഖത്തീബിന്റെ മുഖം അപ്പം എന്താ? ഖത്തീബ് ഉസ്താദ് ഉസ്താദ് ഇങ്ങനെ ആക്കും. സദസ്സിലുള്ളവരെല്ലാം കാണും ഖത്തീബിന്റെ വാല്യൂ. ആ ഖത്തീബിന്റെ വാല്യൂ സദസ്സിലുള്ളവർ എല്ലാവരും മനസ്സിലാക്കും.
അപ്പൊ ഖത്തീബ് അവിടെ വിട്ടുകൊടുക്കുന്ന കാലിയാർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടാ? കാലിക്കില്ല. അത്ര വില വെച്ചിട്ടാണ് ഖത്തീബിനെ വില വെച്ചിട്ടാണ് എന്താക്കല് ആ നിക്കാഹിന് ബേക്കളം ഉസ്താദ് നേതൃത്വം നൽകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഖത്തീബാണ് ആര് നൽകിയല്ല. ഖത്തീബിനൊക്കെ ഒരു നിക്കാഹിന്റെ അവകാശമില്ലാതെ, ഖത്തീബിനൊക്കെ ഒരു ഖുത്ബന്റെ അവകാശമില്ലാതെ, ഖത്തീബിനൊരു ദ്വാന്റെ അവകാശമില്ലാതെ ആരോ ഒരു മങ്ങാലത്തിന് വന്നിട്ട് പോകും പോലെ പോപ്പിക്കുന്ന ഒരു അവസ്ഥ അത് ജമാഅത്തുകാർ ചെയ്യിപ്പിക്കുന്നത് നല്ലതല്ല. നിങ്ങൾ 5 വഖത്ത് അവിടെ ഇമാം നിൽക്കുന്ന ഖത്തീബാണ്, നിങ്ങൾ ഖുത്ബ എന്ന ഖത്തീബാണ്, നിങ്ങൾ ജമാഅത്തുകാർക്ക് വേണ്ടി ദുആ ഇറക്കുന്ന ഖത്തീബാണ്. അയാളാണ് ആ നിക്കാഹിന് നേതൃത്വം നൽകുന്നത്. നേരെ മറിച്ചിട്ട് അയാൾക്ക് ഒരു വിലയുമില്ലാണ്ട് ഏതെങ്കിലും ഒരുത്തരം വലിയ ആളായിരിക്കും വന്നിട്ട് അവിടെ നിക്കാഹ് കഴിപ്പിച്ചിട്ട് ഒരു നിലയും വിലയും ഖത്തീബിനില്ലാതിരിക്കുമ്പോൾ അയാൾ അവിടെ മനസ്സ് നമ്പലായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഗുണത്തിനേക്കാൾ ആപത്ത് ആയിരിക്കും, ഗുണം ആയിരിക്കല. അയാളെ മനസ്സ് നമ്പലാക്കിച്ചത്. അപ്പൊ വന്നവർ ശ്രദ്ധിക്കണം, കിട്ടി നിലത്ത് എന്താക്കലല്ല, അവരും അവിടുത്തെ ഖത്തീബാരും കേൾക്കണം. കേട്ടിട്ട് ഖത്തീബിനെ ബഹുമാനിച്ചിട്ട് ഖത്തീബിനെ ചോദിച്ചിട്ട് ഖത്തീബിന്റെ പൊരുത്തത്തിൽ എന്താക്കണം അവർ നിക്കാഹ്. കാലിക്കല്ല, കാലി അല്ലാത്ത ഒരു വിഷയത്തിൽ ചെല്ലുന്ന കാലിക്ക് സ്വന്തം അധികാരമുണ്ട്. അവർ ആരിൽ കേൾക്കേണ്ട ആവശ്യമില്ല, ജമാഅത്തുകാരിൽ കേൾക്കേണ്ട ആവശ്യമില്ല, ഖത്തീബിന് കേൾക്കേണ്ട ആവശ്യമില്ല. കാലിന്റെ ഒരു പവർ വേറെയാണ്. അല്ലാത്തവർ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അത് ബേക്കളം ഉസ്താദ് കാലിയായിട്ട് പോലും ആ ഖത്തീബന്മാരെ വളരെ ഗൗനിച്ചു കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗനിച്ചില്ലെങ്കിൽ ആ ആഫത്ത് ഇതൊന്നും ചിന്തിച്ച് ഞാൻ ഇപ്പാട്ട എന്താ ഒന്നുണ്ടാ. മോണു പുതിയാപ്പിള ഗൾഫില് അവന് നിക്കാഹിന്റെ സന്ദർഭത്തിൽ ബർണുകായില്ല തടസ്സം വന്നവിടെ. മോണു പോണാക്കിട്ട് ചെന്ന ബാപ്പ നക്ക് വേണ്ടിട്ട് നിങ്ങൾ ദയിക്കൊറു. ബാപ്പ നിക്കായിക്ക് ദയിച്ചിട്ട് അബ്ബ നിക്കായിക്ക് ദച്ച് അബ്ബക്ക് ബേസ് കാണുമെങ്കിൽ കുറച്ച് ശരിയുണ്ടു, പുതിയാപ്പിള നക്കുന്നുണ്ടോ. പെണ്ണിടെ അബ്ബ എന്തായിട്ടുണ്ടോ, ബേസ് ആയിട്ടുണ്ടോ. ഏതോ ഒരു മഹാനുഭാവൊക്കെ ബന്ത് അയാൾക്ക് കൊന്തില്ല. അയാൾ നിങ്ങളെ മോളെന്നെ കേട്ടിട്ട് എന്താക്കി ബിൻതി ഫാത്തിമ ചൊല്ലിട്ടു. ഇയാൾക്ക് എന്ത് ചൊല്ലിട്ടു, കബിൽ തിമിങ്ക നിക്കാഹ വ തസ്ബീജഹ ബിൽ മഹറിൽ മദ്കൂർ. ആരിക്കൽ ചൊല്ലിട്ടു അബ്ബകോ. ഇപ്പൊ മംഗലായിരിക്കും മോന്റെ പെണ്ണ് ആര് കൈത്ത് സുബ്ഹാന ജല്ല ജലാലു. എന്ത് കുടുക്ക് കുടുങ്ങിപ്പോയി. ഇനി ഓൻ തലാക്ക് ചെല്ലെങ്ക് പോലും മോന് കെട്ടണം കൗടാ. മോൻ അബ്ബ തലാക്ക് ചെന്ന് ആ പെണ്ണിനെ വെക്ക. അബ്ബ തലാക്ക് ചൊന്നെങ്കിൽ പോലും ആ ആര് കെട്ടണകാവില്ല. മോൻ കെട്ടിയ പെണ്ണിനെ വീട് കൂടട്ട് കൂടാതിരിക്കട്ട്, അബ്ബ കെട്ടിയ പെണ്ണ് വീട് കൂടട്ട് കൂടാതിരിക്കട്ട്, തലാക്ക് ചെന്നെങ്കിൽ പോലും മോണുക്ക് പിന്നെന്താവില്ല, അതിനാക്കണക്കു ആവില്ല. ഇതുപോലായി പോവും. അതുകൊണ്ടിട്ട് വന്നവർ